നമസ്കാരം. പ്രധാന വാർത്തകൾ. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരാതികൾക്ക് തീർപ്പാക്കുന്നതിനൊപ്പം പൊതുവായ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നതാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. പി കെ ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ശശി ഇപ്പോഴും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം. കെടിഡിസി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ. SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് 21-ന് ഹർത്താൽ ആചരിക്കുമെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ആദിവാസി ദളിത് സംഘടനകളും പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നതെന്നും SC/ST കോർഡിനേഷൻ കമ്മിറ്റി. സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് മുഖ്യ ആവശ്യം. കാർഷിക മേഖലയെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് വികലമാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. കൃഷിയും ജലസേചനവും വൈദ്യുതിയും ഇല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാകുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. പാലക്കാട്ട് കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹം തുടരുന്നു. പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കുന്ന പരിഷ്കരണം അശാസ്ത്രീയമെന്ന് UDF. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണ് UDF കൌൺസിലർമാർ കത്തു നൽകി. ചെയർപേഴ്സൺ നടപ്പാക്കുന്നത് തന്നിഷ്ടപ്രകാരമുള്ള പരിഷ്കരണങ്ങളെന്ന് ആക്ഷേപം. പട്ടാമ്പി പാലത്തിലെ കൈവരികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ്. അഴിമതി സംബന്ധിച്ച പരാതിയിൽ മുള്ളൂർക്കര ആറ്റൂരിൽ റേഷൻ കടയ്ക്കെതിരെ നടപടി. തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് താഴിട്ടു. നടപടിക്കെതിരെ പ്രതിഷേധവുമായി റേഷൻ വ്യാപാരികൾ. റേഷൻ കട പൂട്ടിച്ച നടപടി പുനഃപരിശോധിക്കും വരെ മേഖലയിലെ മറ്റ് റേഷൻ കടകളും തുറക്കില്ലെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ. പുന്നൂർക്കുളം മന്നലാംകുന്ന് കടൽ തീരത്ത് തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. കരയ്ക്കടിഞ്ഞത് ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലം. മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടി ചത്തതാകാമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. മണപ്പുള്ളിക്കാവ് കോസ്മോ പുൾച്ചിൻ ക്ലബിലായിരുന്നു അദാലത്ത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. 106 ചട്ടങ്ങളിലായി 350ഓളം ഭേദഗതികളാണ് പരിഗണനയിൽ. അദാലത്തുകളിൽ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. താലൂക്ക് തലത്തിൽ സ്ഥിരം അദാലത്തുകൾ നടന്നുവരുന്നുണ്ട്. അവയിൽ തീർപ്പാക്കാത്തവയാണ് ജില്ലാ തലത്തിൽ പരിഗണിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അദാലത്തുകൾക്ക് തുടർച്ച വേണമെന്ന് കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. MLA-മാരായ എ പ്രഭാകരൻ, അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, മുഹമ്മദ് മോഹസിൻ, പി മമ്മിക്കുട്ടി, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, KD പ്രസേനൻ, PP സുമോദ്, കെ ബാബു, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സ്വാഗതവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ പരാതികൾക്ക് പുറമെ പൊതുവായി ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നതാണ് തദ്ദേശ ജില്ലാ അദാലത്തുകളുടെ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. നയപരമായ മാറ്റങ്ങളും ആവശ്യമെങ്കിൽ ചട്ടഭേദഗതികൾ ഉൾപ്പെടെ വരുത്താനാണ് ഇത്തരം അദാലത്തുകളെന്നും പാലക്കാട്ട് അദാലത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പറഞ്ഞു. നിലവിൽ 106 ചട്ടങ്ങളിലായി 351 ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം അദാലത്തിലൂടെ മനസ്സിലാക്കാനാകും. നിലവിൽ ILGMS വഴി പഞ്ചായത്തുകളിലും K-സ്മാർട്ട് വഴി നഗരസഭകളിലും ഓൺലൈനായാണ് പരാതികൾ തീർക്കുന്നത്. എറണാകുളം ജില്ലാ അദാലത്തും കൊച്ചി കോർപ്പറേഷൻ അദാലത്തും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കഴിഞ്ഞു. 88% പരാതികളിൽ തീർപ്പുണ്ടാക്കാനായി. 2 ദിവസം കൊണ്ട് 1000-ലധികം പരാതികളാണ് തീർപ്പാക്കിയത്. മൂന്നാമത്തെ അദാലത്താണ് പാലക്കാട്ട് നടന്നത്. 14 ജില്ലകളിലും അദാലത്ത് നടത്തുമെന്നും എം ബി രാജേഷ് പറഞ്ഞു. 3 കോർപ്പറേഷനുകൾക്ക് പ്രത്യേകമായി 3 ദിവസവും ഉൾപ്പെടെ 17 ദിവസമാണ് അദാലത്ത് നടത്തുക. എറണാകുളത്തെ അദാലത്തിൽ നിരവധി വ്യക്തിഗതമായ പരാതികൾക്ക് പുറമെ പൊതുവായ പരാതികളിലും തീർപ്പുണ്ടാക്കാനായി. ഈ വ്യക്തിഗതമായ പരാതികൾ
തീർപ്പാക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിന് പൊതുവായി എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വേണം, നയപരമായ മാറ്റം, ചട്ടഭേദഗതികൾ വേണം, ഇതെല്ലാം സർക്കാരിന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ്. ഇപ്പോൾ 106 ചട്ടങ്ങളിലായി 351 ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ അദാലത്തുകൾ കഴിയുമ്പോൾ ഈ അദാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി കൊണ്ടുവരാനാവും. ഇപ്പോൾ നിലവിൽ ILGMS വഴി പഞ്ചായത്തിലും K-SMART വഴി നഗരസഭകളിലും ഓൺലൈനായിട്ടാണ് തീർക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ അദാലത്തും 2 ദിവസങ്ങളിലായി കഴിഞ്ഞു. ഏതാണ്ട് 88% പരാതികളിലാണ് അനുകൂലമായ തീർപ്പുണ്ടായത്. 1000-ലധികം പേരാണ് ഈ 1000-ലധികം പരാതികളാണ് തീർപ്പാക്കിയത് 2 ദിവസം കൊണ്ട് എറണാകുളത്ത്. അതിനുശേഷം 3ാമത്തെ അദാലത്താണ് ഇവിടെ നടക്കുന്നത്. സർക്കാരിൻ്റെ ഏതെങ്കിലും ഭവനസഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 10 വർഷം കഴിഞ്ഞു മാത്രമേ വീട് വിൽക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇത് ജൂലൈ 1 ശേഷമുള്ളവർക്ക് 7 വർഷമായി ചുരുക്കിയിരുന്നത് അതിനു മുമ്പുള്ളവർക്കും ബാധകമാക്കി. വീട് നിർമ്മിക്കാൻ പെർമിറ്റ് എടുക്കുകയും അതിന് അധിക FIR-നുള്ള ഫീസ് അടയ്ക്കുകയും എന്നാൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ പോയവർക്കും അടച്ച സംഖ്യ തിരിച്ചു നൽകാൻ തീരുമാനമെടുത്തു. ഇത്തരത്തിൽ നിരവധി പൊതുവായ പ്രശ്നങ്ങൾക്ക് അദാലത്തിലൂടെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഒന്നാണ് സർക്കാരിൻ്റെ ഏതെങ്കിലും ഭവനസഹായ പദ്ധതികളിൽ ധനസഹായം വാങ്ങി വീട് നിർമ്മിച്ചവർക്ക് അത് വിൽക്കുന്നതിന് നിലവിൽ 10 വർഷമാണ് കാലാവധി. 10 വർഷം കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാനാവൂ. അത് ജൂലൈ 1 മുതൽ 7 വർഷമാക്കിയിട്ട് ജൂലൈ 1 ശേഷമുള്ളവർക്ക് 7 വർഷമാക്കി ചുരുക്കിയിരുന്നു. അതിനു മുമ്പുള്ളവർക്കത് ബാധകമാക്കി. അപ്പം അതിൻ്റെ ആനുകൂല്യം നേരത്തെ വീട് വെച്ചവർക്ക് അവർ ഭവനരഹിതരാവില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആ വീട് വിൽക്കുന്നതിന് വ്യവസ്ഥകളോടുകൂടി വിൽക്കുന്നതിനുള്ള ആനുകൂല്യം ഇപ്പോൾ എല്ലാവർക്കും കിട്ടും. അതുപോലെ അധിക FIR അതിനുവേണ്ടി ഫീസ് അടച്ചിട്ടുള്ള ആളുകൾ നിർമ്മാണം നടത്തിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ എറണാകുളം അദാലത്തിൽ ഉത്തരവിട്ടു. അതൊരു പൊതു തീരുമാനമായിട്ട് പ്രഖ്യാപിച്ചു. വയനാട് പുനരധിവാസത്തിന് നേതൃത്വം നൽകുന്നതിന് ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റിയുമായി ആലോചിച്ച് തദ്ദേശ വകുപ്പിൻ്റെ ഇടപെടൽ ആവശ്യമെങ്കിൽ തീർച്ചയായും അതുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി ഇപ്പോഴും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ PK ശശിയോട് പാർട്ടി ആവശ്യപ്പെട്ടെന്ന വാർത്ത തെറ്റാണെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. PK ശശിക്കെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കുമോ എന്നത് അറിയില്ല. രാജിവെക്കുന്നുവെങ്കിൽ അത് വ്യക്തിപരമായ തീരുമാനമായിരിക്കും. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണ്. നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം. ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്. അറിയില്ല. അത് പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ നിലനിർത്തം കൊടുക്കുന്നുണ്ടല്ലോ പാർട്ടിയുടെ സ്വീകരണം നടത്തുന്നതിൻ്റെ ഭാഗമാണ്. പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. സംഘപരിവാർ എന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയായിരിക്കണം ഭരണഘടന എന്നതാണ് BJPയുടെ നിലപാടെന്നും MV ഗോവിന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ടെന്നാണ്. അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്, നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന വേണം. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ RSS അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നില. അല്ല, BJPക്കാരെല്ലാം പറയുന്നില്ല. പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കുന്ന പരിഷ്കരണം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ UDF കൌൺസിലർമാർ രംഗത്തെത്തി. ചെയർപേഴ്സണിന്റെ തന്നിഷ്ടപ്രകാരമുള്ള പരിഷ്കാരങ്ങളാണ് നടത്തുന്നതെന്നും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും UDF കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് ചെയർപേഴ്സണ് കത്ത് നൽകി. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് നഗരസഭാ ഭരണസമിതിയും പോലീസും നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണെന്നും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് UDF കൗൺസിലർമാർ രംഗത്തെത്തിയത്. പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടും ഗതാഗത പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവുമായില്ല. ദൈനംദിന യാത്രാക്ലേശം വർദ്ധിച്ചു വരികയാണ്. നഗരസഭയുടെ ഗതാഗത പരിഷ്കാര തീരുമാനങ്ങൾ ചെറുകിട കച്ചവട മേഖലയെ തകർക്കുന്നുവെന്നും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി കൗൺസിൽ യോഗം കൂടണമെന്നും കൗൺസിലറായ KR നാരായണസ്വാമി ആവശ്യപ്പെട്ടു. വ്യക്തമായ പാർക്കിംഗ് ഏരിയകൾ നൽകി പിക്കപ്പുകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, എല്ലാ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം, ഇതൊക്കെ വ്യക്തത ഉണ്ടായിരുന്നു. മുമ്പൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പിക്കപ്പ് തൊഴിലാളികളെയും വ്യാപാരികളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തിട്ടാണ് അതൊക്കെ നിശ്ചയിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ തെരഞ്ഞെടുത്ത നഗരസഭാംഗങ്ങളെ നോക്കുകുത്തികളാക്കി സ്വന്തം ഇഷ്ടത്തിലും ധിക്കാരത്തിലുമാണ് ഇപ്പോൾ ട്രാഫിക്കിൻ്റെ പരിഷ്കാരം നടപ്പാക്കിയിരുന്നത്. അതിൻ്റെ തിക്തഫലം പട്ടാമ്പിയിലെ ചെറുകിട വ്യാപാരികളെ കൂടുതൽ അനുഭവിക്കുന്നത്. ഇപ്പോൾ പട്ടാമ്പിയിൽ സഭ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ നിവേദനമായിട്ട് കൊടുത്തിട്ടുള്ള മെമ്പർമാരൊപ്പം. ഗതാഗത പരിഷ്കരണം എന്ന പേരിൽ ചെയർപേഴ്സന്റെ തന്നിഷ്ടമാണ് നടക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ട്രാഫിക് പരിഷ്കരണത്തിൽ സമൂഹത്തിന്റെ സർവ്വ മേഖലയിലെയും ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നും തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും മുസ്ലിം ലീഗിലെ കൗൺസിലർ CA റാസി ആവശ്യപ്പെട്ടു. പ്രവർത്തനമാണ് നിലവിൽ നഗരസഭാ ഭരണ സംവിധാനം എടുക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇത് അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടാനുണ്ടായ കാരണം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയപ്പെടുന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ആയതുകൊണ്ടും അവരുടെ അധ്യക്ഷതയിലെടുത്ത ഒരു തീരുമാനം തികച്ചും ഈ പറയപ്പെടുന്ന കൗൺസിലർമാരെ പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തകരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് എടുത്ത ഈ തീരുമാനം അത് പുനർപരിശോധിക്കൽ നിർബന്ധമാണ്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ കൗൺസിൽ അടിയന്തരമായി ചേരണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ തിങ്കളാഴ്ച നഗരസഭാ ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന റേഷൻ കട തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പൂട്ടിച്ചു. റേഷൻ കട നടത്തിപ്പിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി റേഷൻ വ്യാപാരികൾ രംഗത്ത്. സപ്ലൈ ഓഫീസറുടെ നടപടിയിൽ പുനഃപരിശോധന ഉണ്ടാകുന്നതുവരെ മേഖലയിലെ റേഷൻ കടകൾ പ്രവർത്തിക്കില്ലെന്ന് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന KM അബ്ദുൽ ഗഫൂറിന്റെ ലൈസൻസിലുള്ള റേഷൻ കടയാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ മധുസൂദനൻ, ചെറുതുരുത്തി CI അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എന്നിവർ സ്ഥലത്തെത്തി ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കടയടപ്പിച്ചത്. കടയിലെ ഭക്ഷ്യസാധനങ്ങളും ഇവിടെ നിന്നു മാറ്റി. ഇതിപ്പോൾ റേഷൻ കട പറഞ്ഞ ഒരു 9 ദിവസം മുന്നേ വന്നിട്ട് റേഷൻ കട പൂട്ടിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അവർ അങ്ങനെ പോയി. ഇപ്പോൾ ഇന്ന് വന്നിട്ട് റേഷൻ കട പൂട്ടണം പറഞ്ഞിട്ട് പോലീസോട് അകമ്പടിയോട് കൂടെ വന്നിട്ടാണ് അവർ ഇത് പൂട്ടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സിവിൽ സപ്ലൈ ഓഫീസറിനോട് ചോദിച്ചു, സാറേ ഇത് പൂട്ടിച്ചാൽ 4 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റേഷൻ മേടിക്കണം, ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ സാറിൻ്റെ മറുപടി ഒന്നെങ്കിൽ മുള്ളൂർക്കര പോകണം അല്ലെങ്കിൽ താഴ്പ്പുറ പോകണം. അപ്പോൾ ഈ താഴ്പ്പുറക്കും മുള്ളൂർക്കരം പോകണമെങ്കിൽ 60 റുപ്യ ആവും. റേഷൻ വാങ്ങാൻ 10 റുപ്യ മതി. അപ്പോൾ ഈ 60 റുപ്യ സിവിൽ സപ്ലൈ ഓഫീസർ തരുമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ തരുമോ അത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഉണ്ടാട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒറ്റ ഈ റേഷൻ കട ഇവിടെ നിലനിർത്തണം. ഞങ്ങൾക്ക് ഇവിടെ തന്നെ അരി മേടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മുള്ളൂർക്കരയും താഴ്പ്പുറയും പോയിട്ട് അരി മേടിക്കാനുള്ള കായില്ല. കടയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 9 തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കടയടപ്പിച്ചിരുന്നു. എന്നാൽ സപ്ലൈ ഓഫീസറുടെ നടപടിക്കെതിരെ റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയിൽ പരാതിയും നൽകി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നടപടി. എന്നാൽ സപ്ലൈ ഓഫീസറുടെ നടപടിയിൽ വ്യക്തതയില്ലെന്നും കടയടപ്പിച്ച തീരുമാനത്തിൽ പുനഃപരിശോധന ഉണ്ടാകുന്നതുവരെ തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ പ്രവർത്തിക്കില്ലെന്നും റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. ഈ റേഷൻ കട ഇവിടെ പൂട്ടിയിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ അമിതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ റേഷൻ വ്യാപാരികളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് 4 മണി മുതൽ തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ മുഴുവൻ അടച്ചിടും.
എല്ലാ റേഷൻ കടയും ഇയാൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്യട്ടെ. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വാളയാർ അട്ടപ്പള്ളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തീയിട്ട് നശിപ്പിച്ചു. ഗണേശപുരം സ്വദേശികളായ ഗുരുവായൂരപ്പൻ ബേബികല ദമ്പതികളുടെ വീട്ടിലാണ് അക്രമം. വീടിന്റെ മുൻവശത്തേക്കും തീ പടർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന CT100 ബൈക്കാണ് പുലർച്ചെ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. പ്രദേശത്ത് മുമ്പും സമാന സംഭവമുണ്ടായിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷയും ഒരു ബൈക്കും സാമൂഹ്യവിരുദ്ധർ നേരത്തെ തീയിട്ട് നശിപ്പിച്ചിരുന്നു. പ്രദേശത്ത് ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെന്നും ഇത് ചോദ്യം ചെയ്യുന്നവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ അക്രമം നടക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. 2 വർഷത്തോളമായി ഈ സ്ഥിതി തുടരുകയാണ്. എന്നാൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുന്നിയൂർക്കുളം മന്നലാംകുന്ന് കടൽ തീരത്ത് ചെറിയ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ട്. മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടിയോ കുടുങ്ങിയോ ചത്തതാകാമെന്നാണ് നിഗമനം. ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലമാണ് കരയ്ക്കടിഞ്ഞിട്ടുള്ളത്. രാവിലെ നടക്കാനിറങ്ങിയവരാണ് ഇതിനെ കണ്ടത്. 3 അടിയോളം നീളമുള്ള ചെറിയ തിമിംഗലം മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടിയോ കുടുങ്ങിയോ ചത്തതാകാം എന്നാണ് കരുതുന്നത്. ശക്തമായ തിരയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ മറവ് ചെയ്താൽ മറ്റ് നിയമ നടപടികൾ ഉണ്ടാകും എന്ന് ഭയന്ന് ആരും ഇതിനായി രംഗത്ത് വരുന്നില്ല. അതേസമയം തിമിംഗലം കരക്കടിഞ്ഞ വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഇതിനെ കാണാൻ വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പാലത്തിലെ കൈവരികൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളുമായി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. PWD ബ്രിഡ്ജസ് വിഭാഗം, പോലീസ് എന്നിവർക്ക് കത്ത് നൽകിയിട്ടും ഇരുകൂട്ടരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. ജനങ്ങളുടെ സുരക്ഷയും യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കാൻ തയ്യാറാകുന്നതെന്നും യൂത്ത് നേതാക്കൾ പറഞ്ഞു. അധികൃതർ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ പട്ടാമ്പി പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് രംഗത്ത് വന്നിരുന്നു. ഇതിനെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് PWD ബ്രിഡ്ജസ് വിഭാഗത്തിന് മെയിൽ വഴി സന്ദേശം നൽകിയിരുന്നു. എന്നാൽ മറുപടി ലഭിച്ചില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കൈവരികൾ സ്ഥാപിക്കുമ്പോൾ ഗതാഗതം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പി പോലീസ് CIക്ക് കത്ത് നേരിട്ട് നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നിലവിലെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും ഇതുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇന്നലത്തെ ഒരു വാർത്താക്കുറിപ്പിൽ നമ്മൾ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അനുമതിക്കായി സമീപിക്കുമെന്നുള്ളത്. ഇന്ന് PWDയുടെ പാലം വിഭാഗം പാലക്കാട് ഓഫീസ് അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിച്ച് അവർ നിർദ്ദേശിച്ചനുസരിച്ച് നമ്മളൊരു മെയിൽ അവർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിലറിയിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു തീരുമാനം വേണമെന്നുള്ളതാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പട്ടാമ്പി സ്റ്റേഷനിൽ വന്ന് പട്ടാമ്പിയിൽ ഗതാഗതം നിയന്ത്രിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഗതാഗതം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ആ വർക്ക് നടക്കുന്ന സമയം ഗതാഗതം പൂർണ്ണമായിട്ടും പാലത്തിന് മുകളിൽ ഒഴിവാക്കി തരണം എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ പട്ടാമ്പി സ്റ്റേഷനിലെ അധികാരികളെ സമീപിച്ചു. അപ്പോൾ അധികാരികൾ അറിയിച്ചത് സ്വാഭാവികമായിട്ടും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് PWD ആണ് എന്നുള്ളതും ആ PWDയുടെ പാലം വിഭാഗത്തിൻ്റെ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന് തരുന്ന മറുപടി അത് എന്താണ് എന്നുണ്ടെങ്കിൽ അതുമായി സഹകരിക്കാൻ പോലീസ് തയ്യാറാണ് എന്നുള്ള അറിയിച്ചിരിക്കുന്നത്. PWDയിൽ നമ്മൾ സംസാരിച്ച സമയത്ത് മെയിൽ നമ്മൾ അയച്ചു. ഫോൺ വഴി നമ്മൾ സംസാരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള മറുപടി എന്തായാലും നമുക്ക് അനുകൂലമല്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാർഷിക മേഖലയെ വിസ്മരിക്കുന്ന സർക്കാരിന്റെ വികസന സങ്കല്പം വികലമാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ജലസേചനവും കൃഷിയും വൈദ്യുതിയും ഇല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാകുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും വിജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പാലക്കാട്ട് കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരത്തിന്റെ 2ാം ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് മാത്രമാണ്. കുറഞ്ഞ നിരക്കിൽ കിട്ടുമായിരുന്ന വൈദ്യുതി വേണ്ടെന്നുവെച്ച് സാമ്പത്തിക ബാധ്യത ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന നയം തന്നെയാണ് കർഷകരോടും കൃഷിയോടും ചെയ്യുന്നത്. കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്.
സ്വാശ്രയത്വശീലം വളർത്തേണ്ട സർക്കാർ പരാശ്രയത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാനം രക്ഷപ്പെടാൻ വിവിധ മാർഗങ്ങളും പദ്ധതികളും നടപ്പിലാക്കാമെന്നിരിക്കെയാണ് സർക്കാർ കടമെടുപ്പിന് പിന്നാലെ പായുന്നത്. കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും കടക്കെണിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ഇച്ഛാശക്തിയാണ് വേണ്ടത്. എന്നാൽ ഒരു കാര്യത്തിലും സർക്കാരിന് വ്യക്തമായ നയമോ കാഴ്ചപ്പാടോ ഇല്ലെന്നും അടിച്ചമർത്തൽ നയം CPM-ന് ദോഷം ചെയ്യുമെന്നും വിജയകൃഷ്ണൻ പറഞ്ഞു. ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സി ചിദംബരൻകുട്ടി, പ്രഭാകരൻ, ബീന രഘുനാഥൻ, സി പ്രഭാകരൻ, പാരിജാക്ഷൻ, ശിവാനന്ദൻ, IC ബോസ്, മുരളീധരൻ, PR കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട് ദുരന്തബാധിതർക്ക് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പഞ്ചായത്തിന്റെ ധനസഹായം ഭരണസമിതി അംഗങ്ങൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA-ക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത്. കൂടാതെ പഞ്ചായത്ത് കുടുംബശ്രീ 1,40,000 രൂപയും ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന 5,000 രൂപയും സംഭാവന ചെയ്തു. പഞ്ചായത്തിന്റെ സഹായം പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷിൽ നിന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഏറ്റുവാങ്ങി. തദവസരത്തിൽ പഞ്ചായത്തിൽ ആരംഭിച്ച ജോബ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. പഞ്ചായത്തിലടച്ച് അതിൽ നിന്നൊരു വിഹിതം, ഒരു ചെറിയ സംഖ്യ മാത്രം ലഭിക്കുന്ന നമ്മുടെ നാടിനെ ശുചിത്വത്തോടെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സഹോദരിമാരാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. അവരുടെ വരുമാനത്തിൽ നിന്ന്, തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഉള്ള സംഖ്യ 5,000 രൂപ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. അവരെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ മാത്രം 5,000 രൂപ ഇവിടെ സമാഹരിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുമായി BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് BJP മുനിസിപ്പൽ കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുമായി BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി വയനാട്ടിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെയാണ് പുറപ്പെട്ടത്. ഉച്ചയോടെ വയനാട്ടിലെത്തി പഠനോപകരണങ്ങൾ കൈമാറി. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ മാസം 21-ന് സ്കൂളുകൾ തുറക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിലെ BJP നേതാക്കളുടെ നിർദ്ദേശപ്രകാരം BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിച്ചത്. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി K. പ്രസാദ്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് തുടങ്ങിയവരാണ് വയനാട്ടിലേക്ക് പോയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി ഡിവൈഎഫ്ഐയുടെ കൈത്താങ്ങ്. ഡിവൈഎഫ്ഐ മാങ്കുർശി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആക്രി ശേഖരണത്തിലൂടെ സമാഹരിച്ച 70,000 രൂപ മേഖലാ സെക്രട്ടറി VS മുഹമ്മദ് ഷാഫി, പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി R. സനോജിന് കൈമാറി. കൂടാതെ CITU കല്ലൂർ യൂണിറ്റ് തൊഴിലാളി കാളിദാസൻ സരിത ദമ്പതികളുടെ മകനും വിദ്യാർത്ഥിയുമായ അനിരുദ്ധ് തന്റെ കുടുക്കയിൽ സ്വരൂപിച്ച തുക ഡിവൈഎഫ്ഐയുടെ ഭവന പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജയരാജ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ TA രമേശ് കുമാർ, ചെന്താമരാക്ഷൻ, രജീഷ്, ജിഗ്നേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ഓഗസ്റ്റ് 21-ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ സംസ്ഥാന ഹർത്താൽ ആചരിക്കുമെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് സംഘടനകളും പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് മുഖ്യമായ ആവശ്യം. ഭരണഘടനയുടെ 341 342 വകുപ്പുകൾ അനുസരിച്ച് പാർലമെന്റ് അംഗീകാരം നൽകുന്ന പട്ടിക വിഭാഗ ലിസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് വിജ്ഞാപനം ചെയ്യുന്നതാണ്. ഇതിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഇതിന്റെ ലംഘനമാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത്. ഇന്ത്യൻ പാർലമെന്റിനും പ്രസിഡന്റിനും ഭരണഘടന നൽകിയ അധികാരം സുപ്രീം കോടതി റദ്ദാക്കി. വ്യക്തമായ വിവരങ്ങളില്ലാതെ കോടതിയും സർക്കാരും നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിൽ സമഗ്രമായ ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടപ്പാക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാതരം ക്രീമി ലെയർ നയങ്ങളും റദ്ദാക്കേണ്ടതുണ്ട്. നിലവിലെ നയം നടപ്പാക്കിയാൽ 8,000 രൂപ മാസവേതനം വാങ്ങുന്ന ഒരു കുടുംബം പോലും
പുറത്താക്കപ്പെടുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ സംസ്ഥാന ഹർത്താൽ ആചരിക്കാൻ വിവിധ ആദിവാസി സംഘടനകൾ തീരുമാനിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ ഹർത്താൽ ഒഴിവാക്കി. വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് മുഖ്യമായ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ SC/ST കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ മായാണ്ടി, കൺവീനർ രാജൻ പുലിക്കോട്, വിവിധ സംഘടനാ നേതാക്കളായ രമണൻ, സി ഹരി, പത്മമോഹൻ തെക്കേമഠം, കെ വാസുദേവൻ, വിളയോടി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയുടെ ദുരിതപ്പെയ്ത്ത് തോർന്നപ്പോൾ പറളിപ്പുഴയിൽ ദൃശ്യമായത് മാലിന്യക്കൂമ്പാരമാണ്. പുഴയ്ക്ക് സമീപത്തായാണ് പറളി ശുദ്ധജല വിതരണ പമ്പ് ഹൌസ് പ്രവർത്തിക്കുന്നത്. പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്ത് മേഖലയിൽ ശുദ്ധജല വിതരണം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചിറ്റൂർ പുഴയും അതുപോലെ തന്നെ കൽപ്പാത്തിപ്പുഴയും സംഗമിക്കുന്ന സ്ഥലമാണ് പറളി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടി സംഗമിച്ചിട്ട് ഭാരതപ്പുഴയായിട്ട് ഭാരതപ്പുഴയുടെ തുടക്കത്തിൽ തന്നെയാണ് നമ്മുടെ പറളി പഞ്ചായത്തിന് വേണ്ട കുടിവെള്ള പദ്ധതിയുടെ എല്ലാം കിടക്കുന്നത് അവിടെ. പക്ഷെ നമുക്കറിയാം രണ്ട് പതിപ്പാലം, ഒരു പതിപ്പാലമുണ്ട് ഓടന്നൂര്, മറ്റൊന്ന് നമ്മൾ പറളിയുള്ള പാലം. ഈ രണ്ട് പാലത്തിലും കൽപ്പാത്തിപ്പുഴയിൽ നിന്ന് പാലക്കാട് ടൗണിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ മൊത്തം കൽപ്പാത്തിപ്പുഴയിൽ കൂടെ ഒലിച്ചുകൊണ്ട് ഇവിടെയാണ് തങ്ങി നിൽക്കുന്നത്. ഈ പാലത്തിലാണ് തങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് പതിപ്പാലം എന്ന് പറയുന്നത് ഓടന്നൂർ ഭാഗത്തുള്ള പാലത്തും ഒരുപാട് ചണ്ടി ചവറുകൾ വന്ന് അടിയുന്നു. കോഴിമാമ്പറമ്പ് പൂരം നടത്തിപ്പിന്റെ ഭാഗമായി ചെറുതുരുത്തി ദേശകമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നടന്നു. നവീകരിച്ച ദേശകമ്മിറ്റി ഓഫീസ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മുടെ പൂരങ്ങളെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ഓഫീസിന്റെയും അതുപോലെ അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചെറുതുരുത്തി ദേശകമ്മിറ്റിയുടെ പൂരം കമ്മിറ്റി ഓഫീസായിട്ടാണ് ഇനി അല്ലെങ്കിൽ അതാണ് പ്രവർത്തിച്ചിരുന്നത്. കുറെ കൂടി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ഓഫീസ് വരികയാണ്. ചെറുതുരുത്തി ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് K ജയപ്രകാശ് അധ്യക്ഷനായി. യോഗത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വെച്ച് സ്വിറ്റ്സർലാൻഡിലെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് സ്വദേശിയായ ആലിഫ് ബോർണർ 1938 പകർത്തിയ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ ചിത്രം സ്വിറ്റ്സർലാൻഡ് സ്വദേശികളായ ഏവ മിഷേൽ എന്നിവർ ചേർന്ന് കമ്മിറ്റിക്ക് സമർപ്പിച്ചു. കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹകരിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ദേശീയ കമ്മിറ്റി സെക്രട്ടറി KR ഗിരീഷ്, KT രാമചന്ദ്രൻ, VK നാരായണനുണ്ണി, കലാമണ്ഡലം MPS നമ്പൂതിരി, സന്ധ്യ മന്നത്ത്, SN മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം താലൂക്ക് SNDP യൂണിയന്റെ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ചൊവ്വാഴ്ച വൈകുന്നേരം കുളപ്പള്ളിയിൽ നടക്കും. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ VP ചന്ദ്രൻ നഗറിലായിരിക്കും സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കിയതായും സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ VP ചന്ദ്രൻ നഗറിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 സാംസ്കാരിക സമ്മേളനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഘോഷയാത്രയുൾപ്പെടെ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തും. BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ, നഗരസഭാ കൗൺസിലർ TK ബഷീർ, താലൂക്ക് SNDP യൂണിയൻ സെക്രട്ടറി CC ജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മുടെ ഇപ്രാവശ്യത്തെ 107ാമത് ചതയനാഘോഷം കുളപ്പള്ളി VP ചന്ദ്രൻ നഗറിൽ വെച്ചാണ് നമ്മൾ നടത്തപ്പെടുന്നത്. പതിവ് പോലെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഘോഷയാത്ര ഒഴിവാക്കിക്കൊണ്ട് സാംസ്കാരിക സമ്മേളനം വമ്പിച്ച രീതിയിൽ തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ശ്രീനാരായണയിലും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് സമ്മേളനം വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സമ്പരം സോദരത്തെയാണ് വാഴുന്ന
മാതൃകാസ്ഥാനമായി ഈ ലോകം മാറണമെന്ന് ചിന്തിച്ച, അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങി വെച്ച SNDP യോഗവും SNDP യോഗത്തിൻ്റെ ആരാധ്യനും ഗുരുവുമായ ശ്രീനാരായണദേവൻ്റെ 170ാമത് ജയന്തി ആഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഒറ്റപ്പാലം യൂണിയൻ നടത്തുന്നത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു. എന്നാലും മുൻ വർഷത്തിൽ നിന്നൊട്ടും കുറയാതുള്ള ആൾക്കൂട്ടവും അതുപോലത്തെ സമ്മേളന നഗരി നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സായിരിക്കും. ബഹുമാനപ്പെട്ട MP, MLA, മുനിസിപ്പൽ ചെയർമാൻ എന്നിവർ പങ്കെടുക്കുന്നു. SNDP യോഗത്തിൻ്റെ പോഷക സംഘടന, വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, ശാഖാതല പ്രവർത്തകർ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി CC ജയൻ, സ്വാഗത സംഘം ചെയർമാൻ C സതീശൻ, ഭാരവാഹികളായ അരവിന്ദാക്ഷൻ, സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ടെ ഓയിസ്ക മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾക്കുള്ള ടോയ് ട്രെയിൻ ഓടിത്തുടങ്ങി. സാധാരണക്കാർക്കായുള്ള പാർക്കിൽ കുട്ടികളുടെ വിനോദത്തിനും മാനസികോല്ലാസത്തിനും ഉതകുന്ന കളിയുപകരണങ്ങളാണുള്ളത്. പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പാർക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഓയിസ്കയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഓയിസ്ക ഇന്റർനാഷണൽ ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ്. ടോയ് ട്രെയിനിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു. അതിൻ്റെ തെളിവാണ് ഇവിടെ കുറേ കുട്ടികൾ ഇവിടെ വന്നു ചേർന്നത്. അതേ കോവിഡ് കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാമെങ്കിൽ എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടായി. നമ്മുടെ ഈ ഒരു പാർക്ക് നടത്തുമ്പോൾ നമുക്കറിയാം, 4-5 പേര് ഒന്നിച്ച് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആരും വരാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഓയിസ്ക പാലക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് PM ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. KR ചന്ദ്രൻ, PS മുരളീധരൻ, സുനിത, ശശികല, ചന്ദ്രിക, രാധാകൃഷ്ണൻ, ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത് മാതൃകയായി വിദ്യാർത്ഥിനി. മണൂർ നഗരിപ്പുറം സ്വദേശി ലോകേഷിന്റെ മകൾ 21 വയസ്സുള്ള നന്ദനയാണ് മുടി ദാനം ചെയ്തത്. ക്യാൻസർ രോഗം ബാധിച്ച് കീമോതെറാപ്പിക്ക് വിധേയമാകുന്നവർക്ക് പിന്നീട് മുടി വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. രോഗബാധിതരായ ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചതോടെയാണ് അർബുദ രോഗികൾക്ക് തന്റെ മുടി സംഭാവന നൽകണമെന്ന് ഡിഗ്രി വിദ്യാർത്ഥിനി കൂടിയായ നന്ദന തീരുമാനിക്കുന്നത്. എൻ്റെ പേര് നന്ദന, ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇതിനു മുന്നേ ഞാൻ +1 പഠിക്കുമ്പോൾ ഞാൻ ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണൂർ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ OV സ്വാമിനാഥൻ വീട്ടിലെത്തി നന്ദനയിൽ നിന്നും മുടി ഏറ്റുവാങ്ങി. സഹായകരമാവുന്ന രീതിയിൽ അവർക്ക് വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി മുടി ഡൊണേറ്റ് ചെയ്ത കുട്ടിയാണ്. വീണ്ടും മുടി വളർന്നപ്പോൾ വീണ്ടും ഈ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വിഗ് വയ്ക്കുന്നതിന് വേണ്ടി മുടി നൽകാൻ വേണ്ടി മണ്ണൂരിലെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരായ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ ഈ കുട്ടിയിൽ നിന്നും മുടി കൈപ്പറ്റി അത് ബന്ധപ്പെട്ട സഹായകരമാവുന്ന രീതിയിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇടപെടലാണ് നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS മുത്തലി, വാർഡംഗം AA ഷിഹാബ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. NGO കോൺഫെഡറേഷൻ സ്ത്രീജ്വാല പദ്ധതി പ്രകാരം പാലക്കാട്ട് ഇരുചക്രവാഹന വിതരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയണമെന്ന് പ്രമീള ശശിധരൻ പറഞ്ഞു. ഇന്ന് 50% സബ്സിഡിയോടുകൂടെ ഇന്ന് സ്ത്രീകളെ വണ്ടി ഓട്ടിച്ച് പുറത്തിറങ്ങി സ്വയം തൊഴിൽ, സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വണ്ടികൾ ഇവിടെ കൊടുക്കുന്നത്. NGO കോൺഫെഡറേഷനും കൂടെ ചേർന്നുകൊണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു സ്ത്രീ ഉണ്ടെങ്കിലേ ഒരു പുരുഷനുള്ളൂ, ഒരു പുരുഷനുണ്ടെങ്കിലേ ഒരു സ്ത്രീയുള്ളൂ, അല്ലെ? സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ പറയും. പക്ഷേ പുരുഷന്റെ സഹായത്തോടുകൂടെ മാത്രമേ നമുക്ക് ഒരു സ്ത്രീയുടെ ശാക്തീകരണം നേടാൻ സാധിക്കൂ എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങളായി 1997 നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നത്. അന്ന് വാജ്പേയി സർക്കാരിൻ്റെ ആ ഭരണകാലത്തായിരുന്നു ഈ ഒരു കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ചത്. അതോടുകൂടെ കുടുംബശ്രീ ഒരുപാട് മേഖലകളിൽ, കേരളത്തിലാണ് ആദ്യമായിട്ട് കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങിയത്, മേഖലകളിൽ സ്ത്രീകളുടെ ഉന്നത സാന്നിധ്യം ഉണ്ടാവുകയും. കോൺഫെഡറേഷൻ പ്രസിഡന്റ്
വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൃഷ്ണകുമാർ, കുമാരൻ, മനോമോഹൻ, പ്രസീത ശ്രീനി, അഭിഷേക്, വിഷ്ണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPU തിരുവേഗപ്പുറ യൂണിറ്റ് കൺവെൻഷൻ തിരുവേഗപ്പുറ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നവാഗതർക്കുള്ള സ്വീകരണവും വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള സ്വീകരണവും നടന്നു. KSSPU തിരുവേഗപ്പുറ യൂണിറ്റ് കൺവെൻഷനും ഇതോടൊപ്പം നവാഗതർക്കുള്ള സ്വീകരണവും വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ആദരവും നടന്നു. തിരുവേഗപ്പുറ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി PV മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മരിച്ച ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷനും വാങ്ങി അങ്ങനെ സുഖമായി പോകാമെന്ന് കരുതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2030 മുതൽ പെൻഷനേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2012 ആഗസ്റ്റ് മാസത്തിൽ PFRDA ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയും 2011 ഏപ്രിൽ 1 മുതൽ കേരളത്തിലത് നടപ്പിലാക്കുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K. അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M. രാമേന്ദ്രൻ വിദ്യാർത്ഥി പ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു. P. സുധാകരൻ നവാഗതരെ സ്വീകരിച്ചു. കൺവെൻഷനിൽ CS ലംബോദരൻ, ഉണ്ണികൃഷ്ണൻ, M. രാമേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുള്ളൂർക്കര യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം A. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെന്ന് പറഞ്ഞാൽ പെൻഷൻകാർ എവിടെയായിരുന്നെന്ന് ഇന്ന് അതിൻ്റെ ലക്ഷ്യം ഇന്നലെ നമ്മൾക്ക് എന്ത് ലഭിച്ചിരുന്നു, ഇന്ന് നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു, നാളെ എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് ചർച്ച ചെയ്ത് അതിനുവേണ്ട പോംവഴികൾ നിർദ്ദേശിക്കുന്നതിനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൺവെൻഷൻ തന്നെയാണിത്. മുള്ളൂർക്കര NSS കരയോഗം ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നവാഗത അംഗങ്ങളെയും സ്വീകരിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് P. സേതുനാഥൻ രാജ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി MP. കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി MM. രഘുനാഥൻ നവാഗതരെ സ്വീകരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം TT. ബേബി, ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. കാളിക്കുട്ടി, യൂണിറ്റ് രക്ഷാധികാരി E. ബാലകൃഷ്ണൻ നായർ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK. സാവിത്രി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി C. ഗോപി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VK. ഗിരിജ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുണ്ടക്കോട്ടുകുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നതിനായി പായസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു എഴുത്തുകാരൻ K. വിജയന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. സുനന്ദ അധ്യക്ഷത വഹിച്ചു. അർബൻ ബാങ്ക് ഡയറക്ടർ MT സൈതലവി, ക്ലബ്ബ് പ്രസിഡന്റ് P. സതീഷ്, സെക്രട്ടറി C. അജേഷ്, വൈസ് പ്രസിഡന്റ് KP. മണികണ്ഠൻ, PRO KK. വിനയൻ, ക്ലബ്ബ് മാനേജർ സിബി ജോസഫ്, ഭരണസമിതി അംഗങ്ങളായ അബ്ദുൽ ലത്തീഫ്, പ്രദീപ് വെണ്ണീരി, K. വിനോദ്, P. മുഹമ്മദ് അലി, K. ഷരീഫ് അലി, AR അജയ്ദേവ്, TP. ബാബു, V. രമേഷ്, KP. പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആബ്ജ ഫോട്ടോ ജേർണലിസ്റ്റ് അവാർഡ് STV ചെറുതുരുത്തി ബ്യൂറോ റിപ്പോർട്ടർ മണി ചെറുതുരുത്തിക്ക്. ലോക ഫോട്ടോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് ആന്ധ്രാപ്രദേശ് ആബ്ജ ഫോട്ടോ ജേർണലിസ്റ്റ് അസോസിയേഷൻ ദേശീയതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിലാണ് മണി ചെറുതുരുത്തി അവാർഡിന് അർഹനായത്. STV ന്യൂസിൽ സംപ്രേഷണം ചെയ്ത വവ്വാലുകളുടെ ശല്യത്തിൽ ദുരിതത്തിലായ കുടുംബം എന്ന വാർത്തയിലെ ഹൃദയഹാരിയായ ചിത്രങ്ങളാണ് മണി ചെറുതുരുത്തിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ആബ്ജ ഫോട്ടോ ജേർണലിസ്റ്റ് അസോസിയേഷൻ ദേശീയതലത്തിൽ നടത്തിയ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് അവാർഡിന് അർഹരായ 3 പേരിൽ ഒരാൾ കൂടിയാണ് മണി ചെറുതുരുത്തി. ഏതായാലും ദൈവാനുഗ്രഹവും നിങ്ങളെ എല്ലാ ആളുകളെയും അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനൊരു അവാർഡ് ലഭിച്ചത്. കാരണം ഇതിനു മുമ്പും ഒരു അംഗീകാരം എനിക്ക് നാഷണൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേകിച്ചിട്ട് ഒരു അവാർഡാണ്. കാരണം പിന്നെ അതിലെ ഫോട്ടോയ്ക്ക്, അതായത് ദേശമംഗലം പഞ്ചായത്തിൽ ഒരു വൃദ്ധരായ ഒരു ഭാര്യയും ഭർത്താവും അവർ വീട്ടിൽ ദുഃഖത്തോടു കൂടി കഴിയുകയാണ്. കാരണം ഈ വവ്വാലിനെ കൊണ്ട് വീട്ടിലാകെ പൊറുതിമുട്ടിയ ഒരു ന്യൂസാണ് ഞാൻ കൊടുത്തിരുന്നത്. ആ ഫോട്ടോമാണ് ഞാൻ ഇങ്ങനെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നാഷണൽ രൂപത്തിൽ നടത്തിയ മത്സരത്തിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു.
അവിടുന്ന് എനിക്ക് അംഗീകാരം കിട്ടുകയും ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആകെ 4 പേർക്കാണുള്ളത്. അതിലൊരാൾ ഞാനാണ്. ഫോട്ടോഗ്രാഫി പാഷനായി കാണുന്ന അദ്ദേഹത്തിന്റെ മികവാർന്ന ചിത്രങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സഹധർമ്മിണി മൈമുനയ്ക്കും മക്കളായ മുജീബ് റഹ്മാൻ, മുഹമ്മദ് നജീബ്, മുഹമ്മദ് നജീബുദ്ദീൻ എന്നിവർക്കുമൊപ്പം ചെറുതുരുത്തി പൈങ്കുളം റോഡിൽ 1-ാം മൈലിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി മരുതൂർ വൈലിരിക്കാവ് ചെന്തോട്ടുകാവിൽ പുനരുദ്ധാരണ യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ ബ്രോഷർ പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരിക്കലും നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തരും തന്ത്രിമാരും പങ്കെടുത്തു. മരുതൂർ വൈലിരിക്കാവ് ചെന്തോട്ടുകാവ് പുനരുദ്ധാരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിന്റെ ബ്രോഷർ പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരിക്കലും ക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രതന്ത്രിമാരായ അണ്ടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കിരാതമൂർത്തി നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങ് നിർവഹിച്ചു. ചടങ്ങിൽ പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ പൂവക്കോട്, ജനറൽ കൺവീനർ MP മണികണ്ഠൻ, വൈസ് ചെയർമാൻ വിജയൻ പൂവക്കോട്, ഗജാഞ്ചി രാജൻ കണ്ടാണത്ത് എന്നിവർക്ക് പുറമെ ഭക്തജനങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ സർവോദയ സംഘത്തിൽ ഗാന്ധിയൻ നാരായണൻ നായർ അനുസ്മരണം നടന്നു. CITU നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. നല്ല പിന്തുണയും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വെളിച്ചവും കാണിച്ചു തന്ന അനുഭവ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ഒരു ഉടമയാണ് ശ്രീനാരായണൻ. വല്ലാത്തൊരറിവാണ്, വല്ലാത്തൊരു അനുഭവമാണ്. ഈ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ നിർദ്ദേശങ്ങൾ ശാസ്ത്രബോധത്തോടെ അടിസ്ഥാനപ്പെടുത്തി. അനുസ്മരണ ചടങ്ങിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാധാകൃഷ്ണൻ, CITU നേതാക്കളായ KP ഹരികൃഷ്ണൻ, CC രാജൻ, MR ബിജു, സർവോദയ സംഘം മാനേജർ V. സന്ധ്യ, K. ശ്രീജ, ഉണ്ണികൃഷ്ണൻ പുറക്കാട്ട് എന്നിവർ സംസാരിച്ചു. സംഘം തൊഴിലാളി പ്രതിനിധി M. ഗീത നന്ദി പറഞ്ഞു. ഗാന്ധിയൻ നാരായണൻ നായരുടെ മകൻ ശിവപ്രസാദ്, സർവോദയ സംഘം ചെയർമാൻ U. രാധാകൃഷ്ണൻ, ഓഫീസ് മാനേജർ KP ഹരി, ചീഫ് ഇൻസ്പെക്ടർ K. രമേഷ് ബാബു, മദ്യവിരുദ്ധ സമിതി താലൂക്ക് സെക്രട്ടറി ശ്രീനാഥ്, K. ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാം ജനകീയമാക്കിയതിലൂടെ സംസ്ഥാന അവാർഡിന് അർഹനായ ഫാം സൂപ്രണ്ട് സാജിദ് അലിയെ വെൽഫെയർ പാർട്ടി കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെയും എടത്തറ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കരീം പറളി, ഫിറോസ്, സിറാജ്, നൌഷാദ് എന്നിവർ എടത്തറ 5-ാം മൈലിലുള്ള സാജിദ് അലിയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അനുമോദിച്ചത്. നെല്ലിയാമ്പതിയിൽ പൂർണ്ണമായും തരിശായിക്കിടന്ന 20 ഹെക്ടറോളം സ്ഥലത്താണ് സാജിദ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം പച്ചക്കറിയും ഫലങ്ങളും അടക്കം മികച്ച ഫാമാക്കി മാറ്റിയത്. നെല്ലിയാമ്പതിയിലുള്ള കേരളത്തിന്റെ ഏക ഓറഞ്ച് ഫാം, ആ ഫാമിനെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഇരട്ടിയോളം സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുത്ത ഒരു ഓഫീസറാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരുപാട് ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും ഒക്കെ ആയിക്കൊണ്ട് 200ഓളം ജീവനക്കാരുള്ള ആ സ്ഥാപനത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുത്തത്. മണ്ണൂർ കിഴക്കുംപുറം കളത്തുംപടി KP ബ്രദേഴ്സ് ടീമിനുള്ള ജേഴ്സി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരിപ്പുറം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് AVM റസാഖ് നിർവഹിച്ചു. നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ SJN നജീബാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത്. ചടങ്ങിൽ യാസീൻ അധ്യക്ഷനായി. NCP മണ്ഡലം പ്രസിഡന്റ് K. ശങ്കരനാരായണൻ, ശശിധരൻ, അബു താഹിർ, KH ആസിഫ്, ഷഫീഖ്, അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരാതികൾക്ക് തീർപ്പാക്കുന്നതിനൊപ്പം പൊതുവായ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നതാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ.
SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് 21-ന് ഹർത്താൽ ആചരിക്കുമെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ആദിവാസി ദളിത് സംഘടനകളും പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നതെന്നും SC/ST കോർഡിനേഷൻ കമ്മിറ്റി. സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് മുഖ്യ ആവശ്യം. കാർഷിക മേഖലയെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് വികലമാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. കൃഷിയും ജലസേചനവും വൈദ്യുതിയും ഇല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാകുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. പാലക്കാട്ട് കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹം തുടരുന്നു. പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കുന്ന പരിഷ്കരണം അശാസ്ത്രീയമെന്ന് UDF. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണ് UDF കൌൺസിലർമാർ കത്തു നൽകി. ചെയർപേഴ്സൺ നടപ്പാക്കുന്നത് തന്നിഷ്ടപ്രകാരമുള്ള പരിഷ്കരണങ്ങളെന്ന് ആക്ഷേപം. പട്ടാമ്പി പാലത്തിലെ കൈവരികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ്. അഴിമതി സംബന്ധിച്ച പരാതിയിൽ മുള്ളൂർക്കര ആറ്റൂരിൽ റേഷൻ കടയ്ക്കെതിരെ നടപടി. തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് താഴിട്ടു. നടപടിക്കെതിരെ പ്രതിഷേധവുമായി റേഷൻ വ്യാപാരികൾ. റേഷൻ കട പൂട്ടിച്ച നടപടി പുനഃപരിശോധിക്കും വരെ മേഖലയിലെ മറ്റ് റേഷൻ കടകളും തുറക്കില്ലെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ. പുന്നൂർക്കുളം മന്നലാംകുന്ന് കടൽ തീരത്ത് തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. കരയ്ക്കടിഞ്ഞത് ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലം. മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടി ചത്തതാകാമെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.